എന്നാൽ കൂടി അത് അർജുന്റെ ട്രക്ക് ഷഫീഖ് നസറുള്ളയുണ്ട്. ഷഫീഖ്, ഇന്ദ്രപാൽ മുൻ മേജർ ജനറൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഷഫീഖ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ആ ട്രക്ക് എക്സാക്ട്ലി എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ലൊക്കേഷൻ നടന്നിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ ലൊക്കേഷൻ കൃത്യമായിട്ട് വേണം അതിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്യാൻ. അപ്പൊ ഈ പ്രോസസ്സിംഗ് കുറെ കൂടി സമയമെടുക്കുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഷഫീഖ്, തീർച്ചയായും നമുക്ക് ഇവിടെ നിന്ന് ഔദ്യോഗികമായി ലഭ്യമാവുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഔദ്യോഗികമായി ട്രക്ക് കണ്ടെത്തി എന്ന വിവരം റവന്യൂ മന്ത്രി ആണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ജില്ലാ ഭരണകൂടം അത് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നലെയോടുകൂടി വൈകുന്നേരം ഔദ്യോഗികമായി പത്രസമ്മേളനം വിളിച്ചാണ് 4 പോയിന്റ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 3 എണ്ണം ആണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തത്. 1 എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി പറയുകയായിരുന്നു. അതിനുശേഷം ഇന്ന് ആണ് 4ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ ട്രക്കുള്ളത് എന്ന വിശദീകരണമാണ് വരുന്നത്. ആ 4ാമത്തെ പോയിന്റ് ഈ മൺകൂന കൂടിയ ആ മധ്യഭാഗത്താണ്. നേരത്തെ വലിയ ഒഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നാണ് നേവിയും അറിയിച്ചിട്ടുള്ളത്. അത് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ, തിരച്ചിലുകൾ നടക്കുന്നു വളരെ സജീവമായി തന്നെ. ഈ ഭാഗത്ത് കരഭാഗത്ത് JCBയും അതോടൊപ്പം തന്നെ വലിയ മണ്ണ് മാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനക്ക് തടസ്സമാകുന്നു. ഏറ്റവും പ്രധാനമായത് ഇപ്പോൾ സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ ഓരോ ദിവസവും വ്യത്യസ്തമായ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിൽ തന്നെ മാറ്റം വരുന്നു എന്നതാണ്. റവന്യൂ മന്ത്രി 9ാം നാളിലാണ് ഇത് കണ്ടെത്തി എന്ന ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. 10ാം നാളിൽ കൃത്യമായി ഇത് എവിടെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. ഇന്ന് 11ാം ദിവസമാണ്. 11ാം ദിവസം മറ്റൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അവിടെയാണ് ഈ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത എന്ന സൂചനയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇന്ദ്രപാൽ പറഞ്ഞതുപോലെ കൃത്യമായി എവിടെയാണ് ഈ ട്രക്ക് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ട്രക്ക് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ആ ട്രക്കിനകത്ത് മനുഷ്യൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ രക്ഷപ്പെടുത്താനാവും, എങ്ങനെ പുറത്തെടുക്കാനാവും എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ അതിനുശേഷമാണ് ആരംഭിക്കുക. ഇപ്പോൾ അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ